ചില സിറ്റുവേഷനിലില്ലേ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, ഫുൾ ചാർജ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഇല്ലേ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഓർക്കും, ഓ ബോറടിക്കുന്നു, എന്തെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ കാണാം എന്ന് പറഞ്ഞിട്ട് എടുക്കും. എന്തെങ്കിലും ഒരു സീരീസ് എടുക്കും കാണാമെന്ന് വിചാരിച്ച് ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ കാണുമ്പോഴത്തേനും ബോറടിക്കുന്നു. യൂട്യൂബിൽ എന്തെങ്കിലും കാണാം, യൂട്യൂബ് എടുക്കും. അതും ഒന്ന് കുറച്ച് കാണുമ്പോഴത്തേക്കിനും 1 മിനിറ്റ് 2 മിനിറ്റ്, ഓ ബോറടിക്കുന്നു. ഷോ എന്തൊരു ബോറടിയാ ഇത്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ലല്ലോ. ഇങ്ങനൊക്കെ നിനക്കും ആയിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷെ ഒന്നും കൂടി ആലോചിച്ച് നോക്കുമ്പോൾ എന്താ അറിയോ, ബോറടിക്കുക പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ഇമോഷൻ സിഗ്നൽ തരികയാണെങ്കിലോ, ഒരു ചേഞ്ച് വരട്ടെ, ഒരു ഗ്രോത്ത് വരട്ടെ, ഒരു സ്റ്റിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ ഒരു സിഗ്നലായിരിക്കും ഈ ഇമോഷൻ ബോർഡം. ഉം. ഈ ബോർഡത്തിനില്ലേ നീ പറയുന്നതൊക്കെ ഒരു പോസിറ്റീവ് സൈഡ്, ചിലപ്പോൾ നെഗറ്റീവ് സൈഡും ഉണ്ടാവും കേട്ടോ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോറടിച്ചിരിക്കുമ്പം പെട്ടെന്നൊരു ഡോപ്പമിൻ ഷോട്ട് കിട്ടാൻ വേണ്ടി പലരും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നിർത്തി നേരെ സോഷ്യൽ മീഡിയയിലേക്ക് കയറും. പുതിയ അക്കൗണ്ട് തുടങ്ങും, ഫേക്ക് നെയിം വെച്ചിട്ട് തുടങ്ങും, കുറേ നേരം റീൽസ് കാണും, കുറേ നേരം കുറേ പേരെ ഫോളോ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്കിനും കുറേ ഫ്ലേർട്ടിങ് സൈറ്റ്സ് ഉണ്ടാവും, അതിനകത്ത് പോവും. പിന്നെ ചിലവരില്ലേ, ഓ ബോറടിക്കണു, എന്നാ പോയി വലിച്ചാലോ, അല്ലെങ്കിൽ ഒന്ന് കുടിച്ചാലോ. അപ്പം ഇങ്ങനെ കുറേ റോങ് ഹാബിറ്റ്സിലേക്ക് പോകാനുമുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ബോർഡത്തിനെ നമ്മളൊരു എംപ്റ്റിനെസ് ആയിട്ട് കാണുമ്പോഴാണ് നമ്മളിങ്ങനെ പല പല കാര്യത്തിലും പോകുന്നത്. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസീവായിട്ട് സ്പെൻഡ് ചെയ്യുക. ബിക്കോസ് ബോറടിച്ചിരിക്കല്ലേ. ഓ ചിലപ്പോൾ ഇല്ലേ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. ഇപ്പം ആണെങ്കിൽ 10 മിനിറ്റ് ഡെലിവറി ഇഷ്ടം പോലെ ഉള്ളത് കാരണം നേരെ എടുക്കുക, കുറേ സാധനങ്ങൾ വാങ്ങുക. ആക്ച്വലി ഇത് ഹെൽത്തിനും നല്ലതല്ല, നമ്മൾ വെറുതെ കുറേ പൈസയും സ്പെൻഡ് ചെയ്യാണ്. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഈ ബോർ അടിച്ചിരിക്കുമ്പം ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ ഗിൽട്ടൊക്കെ മാറ്റി വെക്കാൻ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഭയങ്കരമായി ബോറടിക്കാൻ വെച്ചുള്ളൂ. അപ്പൊ ഈ ഡിസ്ട്രാക്ഷൻ ഒന്നും വേണ്ട. പകരം മിണ്ടാതെ ആ സൈലൻസിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഈ സൈലൻസും ബോർഡമും കൂടി കൂടി വരുമ്പോൾ നമ്മളെ ബ്രെയിൻ എന്ത് പറയും? എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റീവായി ചെയ്തൂടെ ചോദിക്കും. അപ്പൊ അങ്ങനെ ഇരുന്ന് ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ ആലോചിക്കുക. അപ്പൊ ആലോചിച്ച് കഴിയുമ്പോൾ ഓ പണ്ട് ഞാനൊരു ചിത്രം വരച്ചിരുന്നു, അല്ലെങ്കിൽ ഒന്ന് വരച്ചു നോക്കട്ടെ. ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ക്രോഷ്യ പോലെ അത് സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഏൺ ചെയ്യാലോ പൈസ. പിന്നെ ബേക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ബേക്കിംഗ് ചെയ്യുക. പിന്നെ അവനവൻ്റെ ഹെൽത്ത് ഗോൾസ് ഒക്കെ ഇല്ല പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പോയി ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടാൽ ചിലപ്പോൾ നമുക്ക് ഈ ബോർഡത്തിനെ കുറച്ചും കൂടി ക്രിയേറ്റീവായി യൂസ് ചെയ്യാൻ പറ്റും. നീ ഇപ്പൊ പറയുമ്പോഴാട്ടോ ശരിക്കും കൊറോണ ടൈം, എനിക്ക് കോവിഡ് ആയിട്ട് 14 ഡേയ്സ് ഐസൊലേഷനിലായിരുന്നു. അപ്പം നേരെ പോയി എന്നെ ഐസൊലേറ്റ് ചെയ്തത് പിള്ളേരുടെ റൂമിൽ. ഒന്നുമില്ല ചെയ്യാൻ, ടി വി ഉണ്ട്, പക്ഷെ ഇതുപോലെ തന്നെ കുറച്ച് കണ്ട് 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 കഴിയുമ്പോഴത്തേക്കിനും ബോറടിക്കുക. പണ്ട് ഞാൻ നന്നായി വരയ്ക്കുമായിരുന്നു. പിന്നെ അങ്ങോട്ട് വരയ്ക്കാൻ ഇരുന്നിട്ടില്ല. എന്താന്ന് പറഞ്ഞാൽ അതിനൊരു ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ ടൈം ഇരിക്കാനില്ല പറഞ്ഞിട്ട് വരയ്ക്കാറേ ഇല്ല. അവിടെ പിള്ളേരുടെ പഴയ ഡ്രോയിങ് ബുക്കൊക്കെ എടുത്ത് ഞാൻ ഐ മീൻ നോക്കി വരയ്ക്കാനേ അറിയുള്ളൂ, ഇമാജിനറി ആയിട്ട് വരയ്ക്കാനൊന്നും അറിയില്ല. അപ്പം ഫോൺ എടുത്തിട്ട് ശിവ, പിന്നെ കുറേ ബേർഡ്സിൻ്റെ, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ വരച്ചു. ആക്ച്വലി ബോറടിച്ചിരുന്നത് കൊണ്ടാണ് ഞാൻ ആ ടൈമിൽ വരയ്ക്കാൻ തുടങ്ങിയത്. ഇതുപോലെ തന്നെ വേറെ ഒരു സിനാറിയോ ഞാൻ പറയാം കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ പിള്ളേർ കുഞ്ഞതായിരിക്കുമ്പം നാട്ടിൽ പോകുമ്പം ഇതുപോലെ പെട്ടെന്ന് അവധി കിട്ടുമ്പോഴത്തേക്കിനും ട്രെയിനിലൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ലഗേജ് എല്ലാം കൂടെ എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിള്ളേരുടെ ടോയ്സ് ഒന്നും കൊണ്ടുപോകില്ല, ആവശ്യമുള്ള ഡ്രസ്സ് മാത്രമേ എടുക്കാറുള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നാട്ടിൽ ഡാഡി മമ്മിയൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ കുറേ ടോയ്സ് ഇല്ല. ആദ്യത്തെ ഒരു ദിവസം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും, രണ്ടാമത്തെ ദിവസം കുറച്ച് കുറയും, മൂന്നാമത്തെ ദിവസം കഴിയുമ്പോഴത്തേക്കിനും മമ്മ ബോറടിക്കുന്നു, മമ്മ ബോറടിക്കുന്നു, മമ്മ. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും ഞാൻ ഓർക്കും ഇവർക്ക് എന്ത് ആക്ടിവിറ്റീസ് കൊടുക്കാം. ബിക്കോസ് ഫോൺ കൊടുത്താൽ ഫോണും കൊണ്ടിരിക്കും, അത്ര നല്ല കാര്യമല്ലല്ലോ. അപ്പമാണ് ഓരോ ആക്ടിവിറ്റീസ് ഞാൻ നിൽക്കുന്നത്. അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. അവിടെ കുറേ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഉടനെ പിള്ളേരുടെ അടുത്ത് പറയും, ഓക്കെ ഇന്നത്തെ നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത് ഒരു പീകോക്കിനെ. അപ്പം പോയി പീകോക്കിന് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ട ലീവ്സ് ഒക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് പഴയ ബുക്കൊക്കെ ഉണ്ടല്ലോ, ബുക്കിൽ ഒട്ടിച്ചിട്ട് പീകോക്കിനെ ഒട്ടിക്കുക. എന്നിട്ട് ആ പീകോക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് 2-3 സെന്റൻസസ് എഴുതുക. അപ്പോൾ ആക്ച്വലി കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയി തുടങ്ങി. പിന്നെ അവർ ഇങ്ങോട്ട് വന്ന് ചോദിക്കാൻ തുടങ്ങി, മമ്മ ഞങ്ങൾ ഇന്നൊരു ഒരു റോബോട്ടിനെ ഉണ്ടാക്കിക്കോട്ടെ ലീവ്സ് വെച്ചിട്ടേ. അങ്ങനെ 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 ഓരോരോ ഡിഫറെൻറ്റ്. പിന്നെ ഹാറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു കാർഡ്ബോർഡ് മാത്രമേ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ 2 ന്യൂസ് പേപ്പർ ഒട്ടിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ അകത്ത് ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ഒട്ടിച്ച് ഒരു ഹാറ്റ് ഉണ്ടാക്കുക. അങ്ങനെ അങ്ങനെ പല 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 ആക്ടിവിറ്റീസ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡം ഉണ്ടാവുമ്പം ശരിക്കും നമുക്കൊരു സെൽഫ് അവെയർനെസ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി
ഉള്ളിലുള്ളൊരു ക്രിയേറ്റിവിറ്റി ഒക്കെ വെളിയിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു ടൈമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ബെറ്റർ വേർഷൻ ലൈക്ക് രഞ്ജു 2.0, ഗോപിക 2.0 ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെറ്റർ വേർഷൻ ആക്കാൻ വേണ്ടി ശരിക്കും ഈ ബോധത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴല്ലേ നമ്മള് ബോറടിച്ചിരിക്കുന്ന ആൾക്കാർ ഒന്നും ചെയ്യാനില്ലാത്തോണ്ട് ഒരു ഫെയിലിയർ, വീക്ക്നെസ് അങ്ങനെ പറയണ്ട. എല്ലാവർക്കും സമയം ഇല്ല എന്നപ്പ പറയുന്നത്. എല്ലാ പണിയും നമ്മളുടെ തീർത്ത് നമുക്ക് സമയം ഉണ്ട് എന്ന് പറഞ്ഞത് ഒരു ചെറിയ കാര്യമല്ലല്ലോ, വലിയ കാര്യല്ലേ. അപ്പൊ അതിന് നമ്മൾക്ക് എന്താ പറയാ, പണ്ട് ചെയ്യാൻ പറ്റാത്ത കുറെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മാറ്റിവെച്ച കുറെ ഇഷ്ടങ്ങൾ, അതൊക്കെ പൊടി തട്ടി പുറത്തേക്ക് എടുത്തിട്ട് ആ സമയത്തിന് നന്നായി പൊട്ടൻഷ്യലിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ അത് ഇതിലും വലിയ ബ്ലെസ്സിങ് ഉണ്ടോ? സമയമാണ് നമുക്ക് വാങ്ങാൻ പറ്റാത്തൊരു സാധനം. നമ്മളെ കയ്യിൽ ആകെ ലിമിറ്റഡ് ടൈമേ എല്ലാവരെയും ഉള്ളൂ. അപ്പൊ ആ സമയത്തിനെ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ബോർഡം, അല്ലേ? അത് അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും നമ്മൾ കൗണ്ട് ചെയ്യുന്ന ബ്ലെസ്സിങ്. ടൈം കിട്ടുമ്പോൾ ആ എക്സ്ട്രാ ടൈമിനൊക്കെ നമ്മൾ നല്ല യൂസ് ചെയ്തിട്ട് പുതിയ പുതിയ സാധനങ്ങൾ ഓരോന്നൊക്കെ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹാബിറ്റ്. റൺ ആൻഡ് ഗോ.